ജീവിക്കാൻ പണം വേണം, പണം ഉണ്ടാക്കാൻ ജോലി ചെയ്യണം, ജോലി ചെയ്യണമെങ്കിൽ അധ്വാനിക്കണം, അധ്വാനിക്കണമെങ്കിൽ ആരോഗ്യം വേണം, ആരോഗ്യം വേണമെങ്കിൽ അതിനുള്ള അന്തരീക്ഷം നമുക്കുണ്ടാവണം, ആ അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണം, നല്ല വാസസ്ഥലം, അങ്ങനെയുള്ള ഒരു ഇക്കോസിസ്റ്റം, അതിന് പണം വേണം. പണം ഉണ്ടാവണമെങ്കിൽ അധ്വാനിക്കണം, അധ്വാനിക്കാൻ ജോലി വേണം. ഇതൊരു സൈക്കിളാണ്. ഈ സൈക്കിള് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഒരു സൈക്കിളുമാണ്. ഈ സൈക്കിളിനെ പലരും പറയുന്നത് എങ്ങനെ ബാലൻസ് ചെയ്യണു എന്നതിനനുസരിച്ചിട്ടാണ് ജീവിതത്തിൻ്റെ വിജയം എന്നാണ്. ജോലിയും ജീവിതവും, അല്ലെങ്കിൽ ജീവിതവും ജോലിയും. ജോലി ജീവിതത്തിൻ്റെ മുകളിൽ വന്നാലോ ജീവിതം ജോലിയെ അവഗണിച്ചുകൊണ്ടുള്ളതായാലോ രണ്ടും തെറ്റും, അതിൻ്റെ ബാലൻസ് തെറ്റും. നമ്മൾ പലരും ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്യുക എന്നാ പറയാം. ജീവിതവും ജോലിയും. ജീവിക്കാൻ മറന്നിട്ട് ജോലി ചെയ്തിട്ട് കാര്യമില്ല, ജോലി ചെയ്യാതെ ജീവിച്ച് സൂചിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ബാലൻസ് ചെയ്യും. പക്ഷെ രത്തൻ ടാറ്റയുടെ അഭിപ്രായത്തിൽ വർക്കും അല്ലെങ്കിൽ ലൈഫും വർക്കും ബാലൻസ് ചെയ്യുന്നതിന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ഹി ബിലീവ്സ് ഇൻ ഇൻ്റഗ്രേറ്റിംഗ് ലൈഫ് ആൻഡ് വർക്ക്, മേക്കിംഗ് ബോത്ത് മീനിങ് ഫുൾ ആൻഡ് ഫുൾഫില്ലിങ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ജീവിതവും അതുപോലെ നമ്മുടെ ജോലിയും രണ്ടും അർത്ഥപൂർണവും സംതൃപ്തിദായകവുമായിരിക്കണം, ഫുൾഫില്ലിംഗ് ആയിരിക്കണം. സന്തോഷപ്രദം എന്ന് പറഞ്ഞ ശരിയല്ല, സംതൃപ്തിദായകം. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. ഐ ഹാവ് ലിവ്ഡ് മൈ ലൈഫ്, ഐ ഹാവ് ഡൺ മൈ വർക്ക്. അതാണ് ഒരു ഫുൾഫില്ലിംഗ് എക്സ്പീരിയൻസ്. മീനിങ് ഫുൾ എന്ന് പറയുന്നത് ഐ ഹാവ് ഡൺ മൈ വർക്ക്, എനിക്ക് ചെയ്യാവുന്ന പരമാവധി ഭംഗിയായിട്ട് ഞാൻ ജോലി നിർവഹിച്ചിട്ടുണ്ട്, എന്നാൽ ആവുന്ന വിധം എൻ്റെ ജീവിതം ഞാൻ ഭംഗിയായിട്ട് ജീവിച്ചിട്ടുണ്ട്. അതാണ് മീനിങ് ഫുൾ. ആ മീനിങ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം മറ്റുള്ളവർ വായിക്കുമ്പോഴാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. എൻ്റെ ജീവിതത്തിന് ഞാൻ അർത്ഥം കുറിക്കുന്നത് ആ അർത്ഥം മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവർ വായിക്കുമ്പോഴാണ്. അവനവനെ കുറിച്ച് അവനവൻ രചിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനമില്ല. അപ്പം അത് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ വായിക്കുമ്പോഴോ വ്യാഖ്യാനിക്കുമ്പോഴോ അവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുമ്പോഴോ ആണ്. അതാണ് മീനിങ് ഫുൾ എന്നുള്ളത് ഞാൻ കാണുന്നൊരർത്ഥം. അപ്പം ഇതിന് പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് ടാറ്റയുടെ അഭിപ്രായം. ജീവിതം ജോലിയെയും ജോലി ജീവിതത്തെയും കോംപ്ലിമെൻ്റ് ചെയ്യണം. അങ്ങനെ പരസ്പര പൂരകങ്ങളാക്കുന്ന ഒരു ജോലി ജീവിത കൾച്ചറിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊണ്ടുപോകാനായാൽ ജീവിതത്തിന് ഒരുപാട് വിജയങ്ങൾ, നേട്ടങ്ങൾ നമുക്ക് വരിക്കാനാവും. ജീവിക്കാൻ മറന്നിട്ട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കിയിട്ടോ പണം ഉണ്ടാക്കാതെ ജീവിതം ഇങ്ങനെ ആർഭാടമായി ചെലവഴിച്ചുകൊണ്ടോ ഒരു കാര്യമല്ല. പലരുടെയും ജീവിതത്തിൻ്റെ തളർച്ചയും തകർച്ചയും എത്തി നിൽക്കുന്നത് നമ്മുടെ വരുമാന സ്രോതസ്സുകളെയോ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ സാധ്യതകളെയോ ഒന്നും കണക്കിലെടുക്കാതെ നമ്മൾ കടം മേടിക്കാവുന്നവർക്കെല്ലാം കടം മേടിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആ സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞാലല്ലേ അതനുസരിച്ച് ജീവിതത്തെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ആന ജീവിക്കുന്ന മാതിരി ഉറുമ്പ് ജീവിക്കുന്ന മാതിരി ആനയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. രണ്ടും രണ്ട് സാഹചര്യങ്ങളാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ സാധ്യതകളെ വിലയിരുത്തിയിട്ട് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി നിർണ്ണയിക്കാനായിട്ട്. ആ സാധ്യതകളെ വിലയിരുത്താതെ ജീവിക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കടക്കെണി എന്ന് പറയുന്നത്. കടം ഒരു കെണിയാണ്. ആ കെണിയിൽ പെട്ടുപോയാൽ അവിടെ നിന്ന് ഊരിപ്പോരാൻ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ കടമാകുന്ന കെണിയിൽ പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്നത് നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങളെയും സാധ്യതകളെയും ശരിയായി വിലയിരുത്താതെ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാവും എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെ ഇവിടെ നിന്ന് കരകയറാനാവും എന്നതിനെക്കുറിച്ചും നമുക്കൊരു പദ്ധതി ഉണ്ടാവുകയും ആ പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പരിധികളും അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളുടെ പരിധികളും പരിമിതികളും ഒക്കെ നിർണ്ണയിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ജീവിതത്തെ നമുക്ക് അർത്ഥപൂർണ്ണമാക്കാനും മറ്റുള്ള ജീവിതത്തെ അതുവഴിയായിട്ട് സ്വസ്ഥത കൊടുക്കുവാനും നമുക്ക് കഴിയും. അങ്ങനെ അവനവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം അവരുടെ ജീവിതത്തിന് ഒരു സന്തോഷദായകമാകുവാൻ തക്കവണ്ണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ. നമ്മളായിട്ട് ആർക്കും ഒരു സ്ട്രെസ്സ് കൊടുക്കരുത്. നമ്മളായിട്ട് മറ്റുള്ളവരുടെ സ്ട്രെസ്സ് അയക്കുന്നവരാണ്. അതാണ് ഒരു ഫുൾഫില്ലിംഗ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.